നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്പിരിറ്റ് കേസിൽ CPM ലോക്കൽ സെക്രട്ടറി അറസ്റ്റിൽ, സ്റ്റേഷനിലെത്തി കീഴടങ്ങി. പാലക്കാട് മീനാക്ഷിപുരം സ്പിരിറ്റ് കേസിൽ CPM ലോക്കൽ സെക്രട്ടറി അറസ്റ്റിൽ. പെരുമാട്ടി 2 ലോക്കൽ സെക്രട്ടറി ഹരിദാസനാണ് അറസ്റ്റിലായത്. മീനാക്ഷിപുരം പോലീസ് സ്റ്റേഷനിലെത്തി പ്രതി കീഴടങ്ങുകയായിരുന്നു. ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നെങ്കിലും പ്രതി ഒളിവിലായിരുന്നു. പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചതോടെ പ്രതി കീഴടങ്ങി. കാൽ മുറിച്ചു മാറ്റിയ സന്ധ്യയ്ക്ക് കൈത്താങ്ങുമായി മമ്മൂട്ടി. അടിമാലി മണ്ണിടിച്ചിൽ പരിക്കേറ്റ സന്ധ്യയുടെ ചികിത്സാ ചെലവ് മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഏറ്റെടുക്കും. സന്ധ്യയുടെ സഹോദരൻ സന്ദീപിന്റെ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം. ഇക്കാര്യം ആശുപത്രി അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ പരിക്കേറ്റ സന്ധ്യയുടെ കാൽ മുറിച്ചു മാറ്റിയിരുന്നു. അടിയന്തര ശസ്ത്രക്രിയ ഫലം കാണാത്തതിനെ തുടർന്ന് ഇടതുകാൽ മുറിച്ചു മാറ്റുകയായിരുന്നു. ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണ് സന്ധ്യ. പത്തനംതിട്ടയിൽ 12 വയസ്സുകാരനോട് അച്ഛന്റെ ക്രൂരത. കുട്ടിയെ ചട്ടുകം വെച്ച് പൊള്ളിക്കുകയും തല ഭിത്തിയിൽ ഇടിപ്പിക്കുകയും ചെയ്തതായി കണ്ടെത്തി. പരിക്കേറ്റ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് പോലീസ് പിതാവിനെതിരെ കേസെടുത്തിട്ടുണ്ട്. കുട്ടിയുടെ സംരക്ഷണം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുകയാണ്. കുട്ടിയുടെ മാതാപിതാക്കൾ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കുട്ടിയുടെ സംരക്ഷണ ചുമതല അമ്മയ്ക്ക് കൈമാറുന്ന കാര്യം CWC പരിഗണിക്കുന്നുണ്ട്. പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അരുംകൊല, ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. പാലക്കാട് പല്ലഞ്ചാത്തൂന്നൂരിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. വെള്ളപ്പാടം സ്വദേശി വാസുവാണ് ഭാര്യയെ ഇന്ദിരയെ കൊലപ്പെടുത്തിയത്. 60 വയസ്സായിരുന്നു. ഇരുവരും തമ്മിലുള്ള തർക്കത്തിനിടെ ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇന്ദിര സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ആക്രമണത്തിന് പിന്നിൽ കുടുംബ പ്രശ്നമാണെന്നാണ് പോലീസിന്റെ നിഗമനം. അതേസമയം വാസുവിനെ പോലീസ് പിടികൂടി. രാത്രി 10:30 ശേഷം തന്റെ മാലയും താലിയും കാണാതായെന്ന് കോൺഗ്രസ് വനിതാ നേതാവ്. ആരുടെയെങ്കിലും കയ്യിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അറിയിക്കണമെന്നും അഭ്യർത്ഥന. KPCC ഡിജിറ്റൽ മീഡിയ സെൽ അംഗം വീണ S. നായരാണ് തന്റെ മാലയും താലിയും കാണാനില്ലെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് മാലയും താലിയും കാണാതായ വിവരം വീണ S. നായർ പങ്കുവച്ചിരിക്കുന്നത്. 26-ാം തീയതി രാത്രി 10:30 ശേഷം മാലയും താലിയും കാണാനില്ല എന്നാണ് വീണ പറയുന്നത്. ആരുടെയെങ്കിലും കയ്യിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും വീണ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു.